നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇതൊരു സ്പോർട്ടിംഗ് ഇവന്റ് ആണോ, ഒരു ബിസിനസ് പ്ലാൻ ആണോ? 70 ഇട്ട് 70 എടുക്കാം, 70 ഇട്ടാൽ 140 കിട്ടും എന്നുള്ളൊരു പ്ലാൻ ഇതിന്റെ ഭാഗമായിട്ടാണോ? സ്വകാര്യ സ്പോൺസർഷിപ്പ് ഇതിൽ നിന്ന് നേടാൻ സാധിക്കും? സിയുടെ പേരിൽ ദുരൂഹ ബിസിനസ് ഡീൽ എന്ന് കോൺഗ്രസ്. സ്റ്റേഡിയം നവീകരണത്തിന്റെ കാര്യം GCDAയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്ന് ഹൈബി ഈഡൻ MP. സ്റ്റേഡിയത്തിന്റെ സുരക്ഷയിൽ സംശയമെന്ന് ഉമാ തോമസ് MLA. പൊതുമേഖലാ ബാങ്കുകളിൽ 49% വരെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കും. നിലവിലെ 20% വിദേശ നിക്ഷേപം ഇരട്ടിയിലധികമാകും. ഇന്ത്യയുടെ വളർച്ചാ പ്രതീക്ഷ ശക്തമായി തുടരുന്നുവെന്ന് കേന്ദ്രം. GST പരിഷ്കരണത്തിന്റെ പ്രതിഫലനം സമ്പദ് വ്യവസ്ഥയിൽ പ്രകടമെന്നും ധനമന്ത്രാലയം. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മേഖലകളിൽ ശക്തമായ വളർച്ചാ നേട്ടമെന്ന് ഗോൾഡ്മാൻ സാക്സ്. പ്രതിരോധ കമ്പനികളെ കാത്തിരിക്കുന്നത് വലിയ വിപണിയും ബിസിനസ് അവസരങ്ങളും. ആസിയാൻ ഉച്ചകോടിക്കിടെ ഉഭയകക്ഷി വ്യാപാരവും അജണ്ടയാക്കി ഇന്ത്യ. US സിംഗപ്പൂർ നേതാക്കളുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് ശക്തമായ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. സെൻസെക്സ് 567 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 25,900 മുകളിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 566.96 പോയിന്റ് അഥവാ 0.67% ഉയർന്ന് 84,778.84 നിഫ്റ്റി 170.9 പോയിന്റ് അഥവാ 0.66% ഉയർന്ന് 25,966.05 എത്തി. US ചൈന വ്യാപാര കരാറിനുള്ള സാധ്യതകളും പുതിയ വിദേശ ഫണ്ടിന്റെ വരവും വിപണികളുടെ ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിച്ചതായി വിശകലന വിദഗ്ധർ പറഞ്ഞു. സെൻസെക്സ് സ്ഥാപനങ്ങളിൽ ഭാരതി എയർടെൽ, റിലയൻസ് ഇൻഡസ്ട്രീസ്, എറ്റേണൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടാറ്റ സ്റ്റീൽ, HDFC ബാങ്ക് എന്നിവയാണ് പ്രധാനമായും നേട്ടമുണ്ടാക്കിയത്. കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ഭാരത് ഇലക്ട്രോണിക്സ്, ഇൻഫോസിസ്, ബജാജ് ഫിനാൻസ് എന്നിവ പിന്നിലായിരുന്നു. മേഖലാ സൂചികകളിൽ PSU ബാങ്കുകളുടെ സൂചിക 2.76% ഉയർന്നു. ലാഭ ബുക്കിംഗ് കാരണം പ്രതിരോധ മീഡിയ ഓഹരികൾ ഇടിഞ്ഞു. ഏഷ്യൻ വിപണികളിൽ ദക്ഷിണ കൊറിയയുടെ കോസ്പി, ജപ്പാന്റെ നിക്കി 225 സൂചിക, ഷാങ്ഹായിയുടെ SSE കോമ്പോസിറ്റ് സൂചിക, ഹോങ്കോങ്ങിന്റെ ഹാങ്സെങ് എന്നിവ കുത്തനെ ഉയർന്ന് ക്ലോസ് ചെയ്തു. പൊതുമേഖലാ ബാങ്കുകളിൽ 49% വരെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കും. നിലവിൽ 20% വരെ വിദേശ നിക്ഷേപമാണ് പൊതുമേഖലാ ബാങ്കുകളിൽ ഉള്ളത്. അനൌദ്യോഗിക റിപ്പോർട്ടാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് പ്രകാരം പൊതുമേഖലാ ബാങ്കുകളിൽ കുറഞ്ഞത് 51% ഓഹരി പങ്കാളിത്തമാണ് സർക്കാർ നിലനിർത്തുക. നിലവിൽ രാജ്യത്തെ 12 ബാങ്കുകളിലും സർക്കാരിന് വലിയ ഓഹരി പങ്കാളിത്തമാണുള്ളത്. നിലവിൽ 20% വിദേശ നിക്ഷേപകർക്കായി നൽകുന്നത്. ഇത് ഇരട്ടിയിലധികമാക്കാനാണ് സർക്കാരിന്റെ പദ്ധതി. നിലവിൽ 20% വരെ വിദേശ നിക്ഷേപം അനുവദിക്കുമെങ്കിലും 10% മാത്രമാണ് വോട്ടിംഗ് അവകാശമുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ 2 മാസമായി ധനകാര്യ മന്ത്രാലയം ഈ വിഷയം ചർച്ച ചെയ്തു വരികയാണെന്നും നിർദ്ദേശം ഇതുവരെ അന്തിമമാക്കിയിട്ടില്ലെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദുബായ് ആസ്ഥാനമായുള്ള എമിറേറ്റ്സ് NBD അടുത്തിടെ RBL ബാങ്കിലെ 60% ഓഹരികൾ $3 ബില്യൺ വാങ്ങിയിരുന്നു. സുമിറ്റോമോ മിറ്റ്സൂയി ബാങ്കിംഗ് കോർപ്പറേഷൻ യെസ് ബാങ്കിലെ 20% ഓഹരി $1.6 ബില്യൺ ഏറ്റെടുത്തതും ഇന്ത്യയിലെ ബാങ്കിംഗ് വ്യവസായത്തിൽ വിദേശ താൽപര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സൂചനയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. പൊതുമേഖലാ ബാങ്കുകളുടെ ലയനവും കേന്ദ്രത്തിന്റെ മുന്നിലുണ്ട്. കൂടുതൽ ബാങ്കുകളെ ലയിപ്പിച്ച പ്രവർത്തനം കൂടുതൽ വിശാലമാക്കാനാണ് പദ്ധതി. SBI, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യൂക്കോ ബാങ്ക്, സെൻട്രൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നിവയാണ് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ വളർച്ചാ പ്രതീക്ഷ ശക്തമായി തുടരുന്നുവെന്ന് സാമ്പത്തിക റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാർ. GST പരിഷ്കരണത്തിന്റെ പ്രതിഫലനം സമ്പദ് വ്യവസ്ഥയിൽ പ്രകടമെന്നും ധനമന്ത്രാലയം. സെപ്റ്റംബറിലെ സാമ്പത്തിക റിപ്പോർട്ടാണ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. ശക്തമായ ആഭ്യന്തര ആവശ്യം, മികച്ച മൺസൂൺ, പണപ്പെരുപ്പത്തിലെ കുറവ്, GST നിരക്ക് കുറയ്ക്കൽ എന്നിവയാണ് പ്രതീക്ഷയ്ക്ക് കരുത്തുപകരുന്നത്. ഒക്ടോബറിൽ UPI ഇടപാടുകളുടെ എണ്ണത്തിലും മൂല്യത്തിലും കുത്തനെ വർധനയുണ്ടായി. ഉത്സവ സീസണിൽ ശക്തമായ ആഭ്യന്തര ഡിമാൻഡുണ്ടായതിന്റെ സൂചനയാണിതെന്നും റിപ്പോർട്ടിൽ പറയുന്നു.
GST പരിഷ്കാരത്തിന്റെ പ്രതിഫലനം ഓട്ടോ സെക്ടറിലടക്കം പ്രകടമാണ്. വിതരണ, നിർമ്മാണ, സേവന മേഖലകളിൽ മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത്. പ്രതീക്ഷിച്ചതിലും ഉയർന്ന വളർച്ചയാണ് രണ്ടാം പാദത്തിലും ദൃശ്യമാകുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. പണപ്പെരുപ്പം നിയന്ത്രണത്തിലാണ്. ഭക്ഷ്യവിലക്കുറവാണ് ഇതിന്റെ പ്രധാന കാരണം. RBIയുടെ ലിക്വിഡിറ്റി നടപടികളും നിയന്ത്രണ പരിഷ്കാരങ്ങളും ബാങ്കിംഗ് മേഖലയെ ശക്തിപ്പെടുത്തി. രാജ്യത്തെ മൊത്തം കയറ്റുമതി സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 4.4% വാർഷിക വളർച്ച നേടിയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മേഖലകളിൽ ശക്തമായ വളർച്ച കൈവരിക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. പ്രതിരോധ കമ്പനികളെ കാത്തിരിക്കുന്നത് വലിയ വിപണിയും ബിസിനസ് അവസരങ്ങളും. കഴിഞ്ഞ ദിവസം 79,000 കോടി രൂപയുടെ പദ്ധതിക്കാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയത്. ഇതോടെ ഈ മേഖലകൾ പുതിയ വളർച്ചാഘട്ടത്തിലേക്ക് കടക്കുകയാണ്. രാജ്യത്തിന്റെ സ്വാശ്രയത്വം, ആധുനികവൽക്കരണം എന്നിവയിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നതിന്റെ സൂചനയാണിതെന്നും ഗോൾഡ്മാൻ സാക്സിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യയുടെ പ്രതിരോധ ചെലവ് പാറ്റേണിലെ ഘടനാപരമായ മാറ്റമാണ് ഇപ്പോൾ കാണുന്നത്. 2022-2023 സാമ്പത്തിക വർഷങ്ങളെ അപേക്ഷിച്ച് മേഖലയിലേക്കുള്ള വിഹിതം കുത്തനെ ഉയർന്നു. ഇത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കുള്ള പിന്തുണയാണ് ഉറപ്പിക്കുന്നത്. ഡിഫൻസ് അക്വിസിഷൻ നടപടിക്രമം 2020 പ്രകാരം അംഗീകാരം ലഭിച്ച് 2 വർഷത്തിനുള്ളിൽ കമ്പനികളിലേക്ക് ഓർഡറുകൾ എത്തിത്തുടങ്ങും. 2027-നും 2028-നും ഇടയിൽ പ്രതിരോധ സ്ഥാപനങ്ങൾക്കുള്ള ഓർഡറുകൾ വരവും വരുമാനവും ഉയരുമെന്നും ഗോൾഡ്മാൻ സാക്സിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. HAL, ഭാരത് ഡൈനാമിക്സ്, മസഗോൺ ഡോക്ക്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, BEL തുടങ്ങിയ ലിസ്റ്റഡ് കമ്പനികൾക്കും ഡാറ്റ പാറ്റേൺസ്, പാരസ് ഡിഫൻസ്, സോളാർ ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്വകാര്യ കമ്പനികൾക്കും ഇതിന്റെ നേട്ടമുണ്ടാവുമെന്നാണ് റിപ്പോർട്ട് വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആസിയാൻ ഉച്ചകോടിക്കിടെ ഉഭയകക്ഷി വ്യാപാരവും അജണ്ടയാക്കി ഇന്ത്യ. US, സിംഗപ്പൂർ, മലേഷ്യ, തായ്ലാന്റ് നേതാക്കളുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ക്വാലാലംപൂരിൽ മലേഷ്യൻ പ്രസിഡന്റ് ഹാജി ഹസനുമായി നടത്തിയ ചർച്ചയിൽ വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തിയതായി ജയശങ്കർ വ്യക്തമാക്കി. പരസ്പര വ്യാപാരം വർദ്ധിപ്പിക്കാനും ഇടപാടുകൾ അതതു രാജ്യങ്ങളുടെ കറൻസിയിൽ നടത്താനും ഇന്ത്യയും മലേഷ്യയും തമ്മിൽ നേരത്തെ ധാരണയിലെത്തിയിരുന്നു. കാർഷിക മേഖലയിൽ നിന്നുള്ള കയറ്റുമതിയും ചർച്ചാ വിഷയമായെന്നാണ് റിപ്പോർട്ട്. ഇൻഡോ പസഫിക് വിഷയങ്ങളിലടക്കം ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി സംസാരിച്ച അദ്ദേഹം വ്യാപാര സഹകരണവും ഉറപ്പാക്കി. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവയാണ് സംസാരിച്ചത്. ഇന്ത്യയും US തമ്മിൽ ചില വിഷയങ്ങൾ നേരിയ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച നടന്നതെന്നത് ശ്രദ്ധേയമാണ്. തായ്ലൻഡുമായുള്ള സാങ്കേതിക വിദ്യയിൽ അടക്കമുള്ള സഹകരണം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തായ് പ്രധാനമന്ത്രിയെ കണ്ട ശേഷം ജയശങ്കർ എക്സിൽ കുറിച്ചു. ഇന്ത്യ സിംഗപ്പൂർ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങളിലേക്ക് വഴി തുറക്കുന്നതായിരുന്നു സിംഗപ്പൂർ ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഗോള സാഹചര്യങ്ങളെക്കുറിച്ചും ജയശങ്കർ വിവിധ നേതാക്കളുമായി സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മെസ്സിയുടെ പേരിൽ കേരളത്തിൽ നടന്നത് ദുരൂഹ ബിസിനസ് ഡീലാണെന്ന് കോൺഗ്രസ്. സ്റ്റേഡിയം നവീകരണത്തിന്റെ കാര്യം GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ലെന്ന് ഹൈബി ഈഡൻ MP ആരോപിച്ചു. അർജന്റീന ടീമിന്റെ മത്സരമായി കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നതിനായി വിട്ടുകൊടുത്തൽ ആരോപണവുമായി നേരത്തെ ഹൈബി ഈഡൻ MP രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി ആന്റോ അഗസ്റ്റിൻ രംഗത്തെത്തിയത്. പിന്നീട് വിഷയത്തിൽ കൂടുതൽ ആരോപണവുമായി ഹൈബി ഈഡൻ എത്തുകയായിരുന്നു. നവീകരണത്തിന്റെ പേരിൽ നടക്കുന്നത് വൻ ബിസിനസ് ഡീലാണെന്നും പ്രദേശത്ത് മരമറി ഉൾപ്പെടെ നടന്നത് അനധികൃതമാണെന്നും MP ആരോപിച്ചു. ₹1 ഇംപ്രൂവ്മെന്റ് ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വളരെ നല്ല കാര്യമാണ്. ഞങ്ങൾക്കൊന്നും ഒരു അഭിപ്രായ ഭിന്നതയും അതിനെ സംബന്ധിച്ചില്ല. പക്ഷേ ഇതൊരു സ്പോർട്ടിംഗ് ഇവൻ്റ് ആണോ, ഒരു ബിസിനസ് പ്ലാൻ ആണോ? 70 ഇട്ട് 70 എടുക്കാം, 70 ഇട്ടാൽ 140 കിട്ടും എന്നുള്ളൊരു പ്ലാൻ ഇതിൻ്റെ ഭാഗമായിട്ടാണോ? സ്വകാര്യ സ്പോൺസർഷിപ്പ് ഇതിൽ നിന്ന് നേടാൻ സാധിക്കുമോ? അപ്പോൾ ഞാൻ 70 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എനിക്കിതിൽ നിന്ന് സ്പോൺസർഷിപ്പ് വരുമാനം കൊണ്ട് എനിക്ക് പണം സ്വീകരിക്കാൻ പറ്റുമോ? അത് GCDAക്കാണോ ലഭിക്കുന്നത്, ഗവൺമെൻറ്റിനാണോ ലഭിക്കുന്നത്, സ്പോൺസർക്കാണോ ലഭിക്കുന്നത്? അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ. സീറ്റുകളുടെ എണ്ണം കുറയും എന്ന് പറയുന്നു, സീറ്റുകളുടെ എണ്ണം കൂടും എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ക്ലാരിറ്റി. ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചസ് ഇനി ഇവിടെ ഉണ്ടാവില്ല. ഇതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ല, അല്ലെങ്കിൽ ക്രിക്കറ്റിന് അനുയോജ്യമായ മറ്റ് സ്റ്റേഡിയങ്ങളുള്ളതുകൊണ്ട് വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ഫുട്ബോൾ. ദിസ് ഇസ് എ ഫുട്ബോൾ സ്റ്റേഡിയം. അതിനനുയോജ്യമായി ആണോ ഭാവിയിലേക്ക് ഇത് പണിതുകൊണ്ടിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഉള്ള ആളുകളാണോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്?
അതേസമയം സ്റ്റേഡിയത്തിന്റെ സുരക്ഷയിൽ ഉമാ തോമസ് MLA ആശങ്ക അറിയിച്ചു. ഈ സ്റ്റേഡിയം പണിതപ്പോൾ ലീഡർ അന്ന് വിഭാവനം ചെയ്തതനുസരിച്ച് 3 മിനിറ്റ് കൊണ്ട് ഈ കംപ്ലീറ്റ് സ്റ്റേഡിയം ഇവാക്യുവേഷൻ നടക്കണം, എന്തെങ്കിലും ഒരു അവശ്യഘട്ടം ഉണ്ടായാൽ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ആ ഇവാക്യുവേഷനുള്ള സ്ഥലമാണ് നമ്മൾ ആ ഫ്രണ്ടിൽ വനിതാ ഐസിനും മറ്റുമൊക്കെ ഇപ്പം റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലം ഉള്ളത്. ഇപ്പോൾ പക്ഷേ അവിടെ നടക്കുന്നത് ചുറ്റും മതിൽ കെട്ടിയതുപോലെ കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇവാക്യുവേഷൻ ഇവിടെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ചെയ്യാൻ പോകണമെന്നൊക്കെ ഇപ്പോഴും വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. വിഷയത്തിൽ GCDA ഇടപെടൽ നടത്തിയിട്ടില്ലെന്നും GCDL അംഗമായ താനുൾപ്പെടെയുള്ളവർ സ്റ്റേഡിയം നവീകരണം സ്പോൺസറിന് നൽകിയത് അറിഞ്ഞിട്ടില്ലെന്നും TJ വിനോദ് MLAയും വ്യക്തമാക്കി. ഇവിടെ നടക്കുന്ന ഈ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ GCDAക്ക് ഒരു റോളുമില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ വക സ്ഥലത്ത് ആരെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മോണിറ്ററിങ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമല്ലോ. അപ്പോൾ GCDAയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു മോണിറ്ററിങ്ങും ഇല്ല. ഞാനും ഉമാ തോമസും GCDA ജനറൽ കൗൺസിൽ അംഗങ്ങളാണ്. ഇന്നേ വരെ GCDA ജനറൽ കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടത്തുന്നത്. എന്താണ് ഇവിടെ നടത്താൻ പോകുന്നത്, എന്തൊക്കെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയും. സ്പോൺസർഷിപ്പിൽ 70 കോടി രൂപയുടെ വർക്ക് നടക്കാൻ പോകുന്നു എന്നുള്ള പത്രവാർത്തകൾ അറിയുന്നതല്ലാതെ ഇതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു നീക്കവും. കേരളത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ സ്റ്റേഡിയമായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇതോടെ ചോദ്യചിഹ്നമായിരിക്കുകയാണ്. നവീകരണം പൂർത്തിയാകുമെന്ന് സ്പോൺസർ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 110 രൂപയും പവന് 880 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 11,300 രൂപയും പവന് 90,400 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും കുറവ് രേഖപ്പെടുത്തി. 90 രൂപ കുറഞ്ഞ് 9,295 രൂപയാണ് 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില. വെള്ളിവില ഗ്രാമിന് 5 രൂപ കുറഞ്ഞ് 160 രൂപയിലാണ് വ്യാപാരം. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇതൊരു സ്പോർട്ടിംഗ് ഇവന്റ് ആണോ, ഒരു ബിസിനസ് പ്ലാൻ ആണോ? 70 ഇട്ട് 70 എടുക്കാം, 70 ഇട്ടാൽ 140 കിട്ടും എന്നുള്ളൊരു പ്ലാൻ ഇതിന്റെ ഭാഗമായിട്ടാണോ? സ്വകാര്യ സ്പോൺസർഷിപ്പ് ഇതിൽ നിന്ന് നേടാൻ സാധിക്കും. മെസ്സിയുടെ പേരിൽ ദുരൂഹ ബിസിനസ് ഡീൽ എന്ന് കോൺഗ്രസ്. സ്റ്റേഡിയം നവീകരണത്തിന്റെ കാര്യം GCDAയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്ന് ഹൈബി ഈഡൻ MP. സ്റ്റേഡിയത്തിന്റെ സുരക്ഷയിൽ സംശയമെന്ന് ഉമാ തോമസ് MLA. പൊതുമേഖലാ ബാങ്കുകളിൽ 49% വരെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കും. നിലവിലെ 20% വിദേശ നിക്ഷേപം ഇരട്ടിയിലധികമാക്കും. ഇന്ത്യയുടെ വളർച്ചാ പ്രതീക്ഷ ശക്തമായി തുടരുന്നുവെന്ന് കേന്ദ്രം. GST പരിഷ്കരണത്തിന്റെ പ്രതിഫലനം സമ്പദ് വ്യവസ്ഥയിൽ പ്രകടമെന്നും ധനമന്ത്രാലയം. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മേഖലകൾ ശക്തമായ വളർച്ചാ നേട്ടമെന്ന് ഗോൾഡ്മാൻ സാക്സ്. പ്രതിരോധ കമ്പനികളെ കാത്തിരിക്കുന്നത് വലിയ വിപണിയും ബിസിനസ് അവസരങ്ങളും. ആസിയാൻ ഉച്ചകോടിക്കിടെ ഉഭയകക്ഷി വ്യാപാരവും അജണ്ടയാക്കി ഇന്ത്യ. US സിംഗപ്പൂർ നേതാക്കളുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി.